ഹായ് ഗൈസ്, അപ്പം ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നതാണ് കേട്ടോ. അത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോകാമെന്ന് ചോദിച്ചു. കുറേ നാളായി അച്ഛൻ്റെ കൂടെ അമ്പലത്തിൽ പോയിട്ട്. അപ്പോൾ രാവിലെ തന്നെ കസിൻ്റെ വാവ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം കളിച്ച് അങ്ങനെ നമ്മൾ ബസ് കയറി അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കും. നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള അമ്പലമാണ്. ഒരു 15 മിനിറ്റ് പോകേണ്ട ദൂരമേ ഉള്ളൂ. ഞാൻ ചെറുപ്പം തൊട്ടേ ഞാൻ പോകാറുള്ള അമ്പലമാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലം കൂടിയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ കുളം ആണ് കാണുക. അവിടെ നിന്ന് കാലൊക്കെ കഴുകിയിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും അച്ഛനും കൂടി കുളത്തിലൊക്കെ ഇറങ്ങി കാലെല്ലാം കഴുകി കുറച്ച് നേരം അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ചിട്ടാണ് നമ്മൾ മുകളിലേക്ക് കയറി പോയത് തന്നെ. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. എന്താട്ടാ എൻ്റെ അച്ഛൻ എപ്പോഴും ഫസ്റ്റ് മുന്നിൽ നടന്നങ്ങ് പോകും. ഞാൻ ബാക്കിൽ മെല്ലെ നടന്നു പോകുന്നുണ്ടാവും. അച്ഛൻ്റെ കൂടെ ഒരിക്കലും എനിക്ക് എത്തൂല നടക്കുമ്പോൾ. അങ്ങനെ നമ്മൾ കാലെല്ലാം കഴുകിയിട്ട് അങ്ങ് അമ്പലത്തിൻ്റെ പുറം വശമാണ്. ഇത് ഉള്ളിൽ നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഫോൺ അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ പുറം വശം മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. ഇവിടെയാണ് വഴിപാട് റിസീപ്റ്റൊക്കെ മുറിക്കേണ്ടത്. ഇത് പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു ദേവീക്ഷേത്രം കൂടിയുണ്ട്. അവിടെയും കൂടി കയറിയിട്ടേ വീട്ടിലേക്ക് പോകും. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഒരിക്കൽ കൂടി കാല് കഴുകാൻ വേണ്ടിയിട്ട് കുളത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പുറത്തുള്ള വ്യൂ എടുത്തതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി അമ്പലത്തിന് പുറംവശം കൂടി ഒന്ന് ചുറ്റണം. എന്നിട്ട് വേണം അപ്പുറത്തെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ആ നേരെ കാണുന്നത് അയ്യപ്പൻ്റെ അമ്പലമാണ് കേട്ടോ. അമ്പലമല്ല, പ്രതിഷ്ഠ. അപ്പോൾ നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ടാറ്റാ ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.